നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളാഘോഷം ഭക്തി നിർഭരം. വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. അക്ഷയ തൃതീയയുടെ പുണ്യം നുകരാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. ക്ഷേത്രത്തിൽ പൂജിച്ച ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ ലോക്കറ്റ് വാങ്ങാൻ ഭക്തരുടെ വലിയ തിരക്ക്. വേലൂരിൽ ഗ്രാമകം നാടകോത്സവത്തിന് തുടക്കം. ആദ്യ നാടകം തനത് ലാവണം അവതരണത്തിലും അഭിനയ തികവിലും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. നാടകോത്സവത്തിന്റെ ഭാഗമായി ചിത്രകലാ ക്യാമ്പിന് തുടക്കം. പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരാഘോഷം പാരമ്പര്യ തനിമയുള്ള ചടങ്ങുകളോടെ ഈ മാസം 27-ന് ആഘോഷിക്കും. ആഘോഷത്തിന് മുന്നോടിയായി ക്ഷേത്ര മൈതാനം വൃത്തിയാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. മറ്റത്ത് വൻ തീപിടുത്തം. ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മറ്റം ആളൂർ റോഡിൽ മരക്കമ്പനിക്ക് പിറകിലായി ഊട്ടി ഗാർഡൻ എന്നറിയപ്പെടുന്ന പാടശേഖരത്തിലാണ് ഞായറാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. വാർത്തകൾ വിശദമായി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ജില്ലയിലെ പ്രധാന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പാലക്കാട് രൂപതാ ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് മനത്തോടത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നീ തിരുകർമ്മങ്ങളോടെയാണ് തുടക്കമായത്. ശനിയാഴ്ച രാവിലെ 6 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പുകൾക്ക് തുടക്കമായി. വൈകിട്ട് 5-ന് രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കിരീട സമർപ്പണത്തിനും നേർച്ചകൂട്ടിന്റെ ആശീർവാദത്തിനും ശേഷം ദിവ്യബലി അർപ്പണവും ഉണ്ടായി. രാത്രി 10 മണി മുതൽ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പുകൾ തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് തേര് മത്സരവും ബാൻഡുവാദ്യ മത്സരവും അരങ്ങേറി. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 5:30-നും 7 മണിക്കും 8:30-നും ദിവ്യബലികൾ നടന്നു. രാവിലെ 10:30-ന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികനായി. ഡോക്ടർ ഫ്രാൻസിസ് എലുവത്തിങ്കൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ സ്റ്റീഫൻ അറക്കൽ സഹകാർമ്മികനായി. വൈകിട്ട് 6 മണിക്ക് ഇടവകപ്പള്ളിയിൽ ഇറ്റാനഗർ ബിഷപ്പ് മാർ ബെന്നി വർഗീസ് ഇടത്തട്ടിൽ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയും തുടർന്ന് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പും ആരംഭിക്കും. രാത്രി 9 മണിയോടെ കിരീടം എഴുന്നള്ളിപ്പ് തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. തുടർന്ന് വർണ്ണമഴ, മെഗാ ബാൻഡ് മേളം എന്നിവ അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ ജലന്ധർ രൂപതാ ബിഷപ്പ് എമിരിറ്റിസ് മാർ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ റാസ കുർബാനയും സമർപ്പിത സംഗമവും നടക്കും. വൈകിട്ട് 7-ന് നാടക അവതരണമുണ്ടാകും. ചൊവ്വാഴ്ച പ്രവാസി കൂട്ടായ്മയുടെയും തിരുനാൾ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെലിബ്രിറ്റി ഗാനമേളയുണ്ടാകും. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലുക്കാരൻ, കൈക്കാരൻ ഷാജ് കെ സൈമൺ, CK ജോയ്, MJ ജോഷി, CT സ്പാർടെക്സ് ജനറൽ കൺവീനർ സെബി തോമസ് എന്നിവർ നേതൃത്വം നൽകും. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിനോടനുബന്ധിച്ചുള്ള നേർച്ചകൂട്ടിൽ പങ്കാളികളായി ആയിരങ്ങൾ. തിരുനാൾ ആഘോഷിച്ച ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ നേർച്ചകൂട്ടിൽ പങ്കെടുത്തത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്കുള്ള ദിവ്യബലിക്ക് മുമ്പായി രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് നേർച്ച ഭക്ഷണത്തിന്റെ ആശീർവാദം നടത്തിയതിനെ തുടർന്ന് നിത്യസഹായമാത ഓഡിറ്റോറിയത്തിൽ നേർച്ചയൂട്ട് ആരംഭിച്ചിരുന്നു. നേർച്ചയൂട്ട് ആരംഭിച്ചതു മുതൽ വലിയ തിരക്കാണ് ഭക്ഷണത്തിനായി ഓഡിറ്റോറിയത്തിൽ അനുഭവപ്പെട്ടത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ ഊട്ടുനേർച്ചയിൽ പങ്കാളികളായി. ശനിയാഴ്ചയിലെ തിരുനാൾ തിരുകർമ്മങ്ങൾ പൂർത്തിയായതു മുതൽ വൻ ജനാവലിയാണ് ഊട്ടുശാലയിലേക്കെത്തിയത്. ഭക്ഷണം കഴിക്കാനുള്ളവരുടെ വലിയ നിരയാണ് പല സമയങ്ങളിലും തീർത്ഥകേന്ദ്രത്തിന്റെ ഗ്രൗണ്ടിൽ ദൃശ്യമായത്. ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ പോലും വനമാതാവിന്റെ തിരുനാളിന്റെ നേർച്ച ഭക്ഷണം കഴിക്കാനെത്തിയിരുന്നു. ഞായറാഴ്ച രാവിലെ ആദ്യത്തെ കുർബാനയ്ക്കു ശേഷവും ഊട്ടിൽ പങ്കെടുക്കാൻ നിരവധി വിശ്വാസികൾ എത്തിയിരുന്നു. ചോറ്, സാമ്പാർ, പയറും കായയും ഉപ്പേരി, ചെത്തുമാങ്ങ അച്ചാർ എന്നീ വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് നേർച്ചയായി വിളമ്പിയത്. 2 ദിവസങ്ങളിലായി ഏകദേശം 20,000-ഓളം വരുന്ന വിശ്വാസികളാണ് നേർച്ചയൂട്ട് കഴിക്കാനെത്തിയത്. ഏകദേശം 5,000-ഓളം ഭക്ഷണപ്പൊതികൾ പാർസലായും പ്രത്യേക കൗണ്ടർ വഴി വിതരണം ചെയ്തു.
അക്ഷയ തൃതീയയുടെ പുണ്യം നുകരാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. ക്ഷേത്രത്തിൽ പൂജിച്ച ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ ലോക്കറ്റ് വാങ്ങാനും ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വൈശാഖ മാസത്തിലെ പുണ്യമായ അക്ഷയ തൃതീയ ദിനത്തിൽ കഴകക്കാരുടെ വകയായാണ് ചുറ്റുവിളക്ക് ആഘോഷം. ശ്രീലകത്ത് നെയ്വിളക്ക്, നിറമാല, മേളത്തോടെ കാഴ്ചശീവേലി എന്നിവ പ്രത്യേകതയാണ്. രാവിലെ നടന്ന കാഴ്ചശീവേലിക്ക് സന്തോഷ് മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. ഉച്ചയ്ക്ക് ഗുരുവായൂർ ശശി മാരാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. വൈകിട്ട് കടാമ്പുഴ അനിരുദ്ധന്റെ തായമ്പകയും രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ഇടയ്ക്ക നാഗസ്വര പ്രദക്ഷിണവുമാണ്. ലോക്കറ്റുകൾ വാങ്ങുന്ന ഭക്തർക്കായി ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. ഗുരുവായൂരപ്പന്റെ മുദ്ര ആലേഖനം ചെയ്ത് പൂജിച്ച 2, 3, 5, 10 ഗ്രാം സ്വർണ്ണ ലോക്കറ്റും വെള്ളിയുടെ 5 ഗ്രാം ലോക്കറ്റുമാണ് പ്രത്യേക കൗണ്ടറുകൾ വഴി വിതരണം ചെയ്യുന്നത്. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിലെ ആദ്യ നാടകം തനത് ലാവണം അവതരണത്തിലും അഭിനയ തികവിലും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കേരളത്തിലെ പ്രശസ്ത നാടകകൃത്തും നാടക സംവിധായകനുമായ തുപ്പേട്ടൻ എന്ന പേരിലറിയപ്പെടുന്ന മാമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ നാടകമാണ് ആദ്യ ദിനം അരങ്ങേറിയത്. ഗ്രാമീണ നഗര സാംസ്കാരിക മാറ്റങ്ങളും ഭാവങ്ങളും ഒറ്റ ഫ്രെയിമിൽ ഒത്തുചേരുന്നു എന്നതാണ് നാടകത്തിന്റെ പ്രത്യേകത. ഗ്രാമവാസിയായ ഗോപാലൻ നഗരത്തിലെ ബന്ധുഗൃഹത്തിലെത്തുന്നത് മുതലാണ് നാടകം ആരംഭിക്കുന്നത്. നാട്ടിൽ നിന്നും ജീവിത പ്രതീക്ഷയായി നനഞ്ഞൊട്ടിയ പോക്കറ്റിലെ എഴുത്താണ് ഗ്രാമത്തിലെ മുൻകാല ജീവിതാനുഭവങ്ങളും വർത്തമാന ജീവിതാനുഭവങ്ങളും പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. നാടകാവതരണത്തിൽ പുതുമ പുലർത്തിയ നാടകത്തിലെ പാട്ടിന്റെ ശീലുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തൃശൂർ എൻക്ലേവ് തിയേറ്റർ കളക്റ്റീവിന്റെ ബാനറിൽ KS പ്രതാപനാണ് നാടക സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. സിനിമാ നാടക പ്രവർത്തകരായ സുനിൽ സുഗത, പ്രശോഭ് വേലൂർ തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ. കേരള ലളിതകലാ അക്കാദമിയും ഗ്രാമകം നാടകോത്സവം സംഘാടക സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്രകലാ ക്യാമ്പ് ആരംഭിച്ചു. ഗ്രാമകം നാടകോത്സവ വേദിയായ വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ചിത്രകലാ ക്യാമ്പ് നടക്കുന്നത്. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ഇൻചാർജ് രാജി ആർ പിള്ള ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ ശശി അത്താണിക്കൽ അധ്യക്ഷനായി. പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർ ജ്യോതിരാജ് മായമ്പിള്ളി സ്വാഗതവും പ്രചരണ കമ്മിറ്റി ചെയർപേഴ്സൺ KK മോഹനൻ നന്ദിയും പറഞ്ഞു. നാടകോത്സവ സംഘാടക സമിതി ചെയർപേഴ്സൺ P കൃഷ്ണദാസ്, ജനറൽ കൺവീനർ AN സോമനാഥൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ VV സുധീഷ്, KK രാജൻ, ജഗന്നിവാസ് വേലൂർ, AP പ്രവീൺകുമാർ, പ്രബലൻ വേലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമക നാടകോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ചിത്രകലാ ക്യാമ്പിൽ 11 ചിത്രകാരന്മാരാണ് പങ്കെടുക്കുന്നത്. ക്യാമ്പ് 22-ന് സമാപിക്കും. ഗ്രാമക നാടകോത്സവത്തിന്റെ 2ാം ദിനമായ ഇന്ന് നാടക പ്രവർത്തകൻ വിജേഷ് അനുസ്മരണം നടക്കും. വൈകിട്ട് 6:30-ന് നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ വിജേഷ് പാട്ടോർമകൾ, വർത്തമാനങ്ങൾ, നാടക സ്മരണകൾ എന്നിവയ്ക്ക് പ്രശസ്ത കവി ശോഭിൻ മഴവീട്, പ്രശസ്ത സിനിമാ നാടക പ്രവർത്തക കബനി സൈറ എന്നിവർ നേതൃത്വം വഹിക്കും. ഗ്രാമക നാടകോത്സവം സംഘാടക സമിതി ജോയിന്റ് കൺവീനർ പ്രബലൻ വേലൂർ അധ്യക്ഷനാകും. റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ അനിൽ നമ്പീശൻ, സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർപേഴ്സൺ ജോത്സ്ന വിജിൽ എന്നിവരും പങ്കെടുക്കും. വൈകിട്ട് 7-ന് ഇഫ് ക്രിയേഷൻസ് കൾച്ചറൽ ഓർഗനൈസേഷൻ വേലൂർ അവതരിപ്പിക്കുന്ന പെരുമാട്ടിക്കുലം നാടകം അരങ്ങേറും. പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരാഘോഷം പാരമ്പര്യ തനിമയുള്ള ചടങ്ങുകളോടെ ഈ മാസം 27-ന് ആഘോഷിക്കും. ആഘോഷത്തിന് മുന്നോടിയായി മൈതാനം വൃത്തിയാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. കാളി ദാരിക പോരിന് പേരുകേട്ട പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരം ഏപ്രിൽ 27-ന് നടക്കുന്നതിന്റെ ഭാഗമായി ജനപ്രതിനിധികളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ പൂരനഗരി വൃത്തിയാക്കി. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന ആലോചനാ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാക്ക്, മെമ്പർമാരായ TS മണികണ്ഠൻ, NK ചന്ദ്രാവതി, സന്തോഷ് കൊളത്തേരി, സ്വീറ്റി ഷാജു, സന്ധ്യ ഷിബു, KS സിദ്ദിഖ്, തൊഴിലുറപ്പ് ഓവർസിയർ അജിത എന്നിവർ പങ്കെടുത്തു. ക്ഷേത്ര മൈതാനത്തിന്റെ ശുചീകരണം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളായ MP രാജൻ, TS മണികണ്ഠൻ, സന്തോഷ് കൊളത്തേരി, KS സിദ്ദിഖ്, NK ചന്ദ്രാവതി, സന്ധ്യ ഷിബു എന്നിവർ സംസാരിച്ചു. പൂരത്തോടനുബന്ധിച്ച് കടുത്ത ചൂട് കണക്കിലെടുത്ത് ആനകൾ കടന്നുപോകുന്ന പ്രധാന റോഡുകളിൽ ടാങ്കറിൽ വെള്ളം നനച്ചു കൊടുക്കാനും മേഖലയിലെ കേടുവന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുവാനും മേഖലയിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും നടപടികളുണ്ടാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു.
ആനകൾ കോലവുമേന്തി കടന്നുപോകുന്ന റോഡിൽ ഇലക്ട്രിക് ലൈൻ കമ്പികൾ താഴ്ന്നു കിടക്കുന്നത് വലിച്ചുകെട്ടാൻ KSEBക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലി പെരുമ്പുള്ളിപ്പറമ്പിൽ വത്സല കുട്ടപ്പൻ, കല്യാണി കോരൻ, ശോഭാചന്ദ്രൻ, അംബിക സുബ്രഹ്മണ്യൻ, അമ്മിണി കുഞ്ഞുമണി, ചന്ദ്രിക കീശ്ശേരി, ശാന്തരാജൻ തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. മറ്റത്ത് വൻ തീപിടുത്തം. ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മറ്റം ആളൂർ റോഡിൽ മരക്കമ്പനിക്ക് പിറകിലായി ഊട്ടി ഗാർഡൻ എന്നറിയപ്പെടുന്ന പാടശേഖരത്തിലാണ് ഞായറാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. കനത്ത വെയിലും ശക്തമായ കാറ്റുമൂലം അതിവേഗം പടർന്നു പിടിച്ച തീ അണയ്ക്കാൻ ആദ്യം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതോടെ ഗുരുവായൂർ ഫയർ സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തിയാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ തീ അണച്ചത്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നതിനിടെയാണ് മേഖലയിൽ വലിയ തോതിലുള്ള തീപിടുത്തം ഉണ്ടായത്. പാഴ്ചെടികളും ഉണങ്ങിയ പുല്ലുമാണ് തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. ഒഴിഞ്ഞുകിടക്കുന്ന മേഖലയായതിനാൽ മറ്റു രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടില്ല. ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ S. ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് തീ അണയ്ക്കാനായി എത്തിയത്. മന്ദലാകുന്ന് GFUP സ്കൂളിൽ വോളിബോൾ കോർട്ടിന്റെയും വോളിബോൾ ക്യാമ്പിന്റെയും ഉദ്ഘാടനം പുന്നൂർ പഞ്ചായത്ത് അംഗം TA ആയിഷ നിർവഹിച്ചു. PTA പ്രസിഡന്റ് അസീസ് മന്ദലാകുന്ന് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് AO VB സിന്ധു മുഖ്യാതിഥിയായി. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഒരു സ്കൂൾ ഒരു ഗെയിം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വോളിബോൾ കോർട്ട് അനുവദിച്ചു കിട്ടിയത്. ഒരു സ്കൂളിൽ ഒരു കായിക ഇനം പരിശീലിപ്പിക്കുന്നതിനു വേണ്ടി സാമ്പത്തിക സഹായം അനുവദിക്കുന്നതാണ് പദ്ധതി. ജില്ലയിൽ 2 സ്കൂളുകൾക്കാണ് പ്രസ്തുത പദ്ധതി ലഭിച്ചിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന വോളിബോൾ ക്യാമ്പിന് സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ റഫീൽ മാസ്റ്റർ നേതൃത്വം നൽകി. OSA പ്രസിഡന്റ് KK ഷുക്കൂർ, CRC കോർഡിനേറ്റർ ജോത്സ്ന, SMC ചെയർപേഴ്സൺ റസിയ ഫിറോസ്, MPTA പ്രസിഡന്റ് ഷാമില റൌഫ്, SMC വൈസ് ചെയർമാൻ VH റബിയത്ത്, KA നവാസ്, NB നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത് സ്വാഗതവും സിനാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ പുതുഞായർ തിരുനാളിന് സമാപനമായി. ഞായറാഴ്ച നടന്ന 8-ാമിട ആഘോഷത്തോടെയാണ് പുതുഞായർ തിരുനാൾ സമാപിച്ചത്. ഞായറാഴ്ച രാവിലെ 6 മണിക്കും 9:30 വിശുദ്ധ കുർബാനകളുണ്ടായിരുന്നു. 9:30 ആഘോഷമായ തിരുനാൾ 8-ാമിട പാട്ടുകുർബാനയ്ക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ കമ്മിറ്റി, കൈക്കാരന്മാർ, ഇടവകയിലെ വിവിധ സംഘടനകൾ, സന്യസ്തർ, തിരുനാൾ ഊട്ട് സ്പോൺസർ ചെയ്ത മരിയ പ്രിൻസിന്റെ കുടുംബം, തിരുനാൾ തത്സമയ സംപ്രേഷണത്തിന്റെ ഏകോപനം നിർവഹിച്ച ഷാജി വി ജോസ്, മാധ്യമപ്രവർത്തകർ, മറ്റ് സഹായ സഹകരണങ്ങൾ നൽകിയവർ എന്നിവരോടുള്ള നന്ദി ഇടവക വികാരി തന്റെ സന്ദേശത്തിൽ അറിയിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഏപ്രിൽ 5 ഈസ്റ്റർ ദിനത്തിൽ ഉയർത്തിയ കൊടിയിറക്കി തിരുനാളിന് സമാപനം കുറിച്ചു. ഫാൻസി വെടിക്കെട്ടും ഉണ്ടായിരുന്നു. തിരുനാൾ 8-ാമിടം ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, തിരുനാൾ ജനറൽ കൺവീനർ ഷൈജു ആളൂർ, കൈക്കാരന്മാരായ തോമസ് ചുങ്കത്ത്, ഷാബു ചിറ്റിലപ്പിള്ളി, ചാർലി ചിരിയങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് തോമസ് ലേഹായുടെ രക്തകുരിശുപാറയും വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പും കണ്ട് വണങ്ങിയത്. 3000-ലധികം ആളുകൾ തിരുനാൾ ദിനത്തിൽ ഊട്ടുസദ്യയിൽ പങ്കെടുത്തു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ തിരുനാൾ പ്രദക്ഷിണത്തിൽ ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളെ പ്രതിനിധീകരിച്ച് സ്വർണ്ണക്കുരിശുകളും 100 കണക്കിന് പട്ടുകുടകളും ഫാൻസി കുടകളും അണിനിരത്തിയിരുന്നു. തിരുനാളാഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിനോടനുബന്ധിച്ച് അമ്പ്, വാള എഴുന്നള്ളിപ്പും ബാൻഡ് സെറ്റുകളുടെ കലാപ്രകടനവും നടത്തി. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ദിവ്യബലി, കൂടുതുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, തുടർന്ന് യൂണിറ്റുകളിലേക്ക് അമ്പ്, വള എഴുന്നള്ളിപ്പ് എന്നിവ നടത്തി. വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഇഗ്നേഷ്യസ് നന്ദിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രി യൂണിറ്റുകളുടെ എഴുന്നള്ളിപ്പുകൾ പള്ളികളിൽ സമാപിച്ചു. തുടർന്ന് ബാൻഡ് വാദ്യ സംഗമവും വർണ്ണമഴയും ഉണ്ടായി. വികാരി ഫാദർ റിജോ വിധേയത്തിൽ, ഡീക്കൻ പ്രിൻസ് കിളിയംപ്രായിൽ, ട്രസ്റ്റിമാരായ ജേക്കബ് ചൊവ്വലൂർ, ബോസ് ചൊവ്വലൂർ, ജോഷി മുട്ടത്ത്, ജനറൽ കൺവീനർ PJ റാഫേൽ, പബ്ലിസിറ്റി കൺവീനർ വർഗീസ് കൊമ്പൻ, ഇടവക സെക്രട്ടറി KJ ജിജോ, കേന്ദ്ര സമിതി കൺവീനർ PE ആന്റോ, വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന ബാബു പുലിക്കോട്ടിലിന്റെ 2ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തി. CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്രപരിശോധന ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് പട്ടിത്തടം സ്വാഗത് ഓഡിറ്റോറിയത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ സന്ധ്യ സജിത്, ഡോക്ടർ ജ്യോതി, ലാബോറട്ടറി വർക്കർ സിന്ധു എന്നിവർ സംസാരിച്ചു. KR ബിനോഷ് സ്വാഗതവും കാട്ടകമ്പൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശൈലജ അരുൺദാസ് നന്ദിയും പറഞ്ഞു. യദുകൃഷ്ണ, VC ഷാജൻ, KK സുനിൽകുമാർ, മിൻഡോറന്നി, PC ചന്ദ്രൻ, സെബാസ്റ്റ്യൻ, ദാസൻ, AK സത്യൻ, പ്രസീന എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 21-ന് ബാബു പുലിക്കോട്ടിൽ ദിനം എല്ലാ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും ലോക്കൽ കേന്ദ്രങ്ങളിലും ആചരിക്കും. ഏപ്രിൽ 26-ന് പഴഞ്ഞി അലയൻ പാലസിൽ ബാബു പുലിക്കോട്ടിൽ അനുസ്മരണ യോഗവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ TK വാസു, M ബാലാജി, MN സത്യൻ, K കൊച്ചനിയൻ എന്നിവർ പങ്കെടുക്കും. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ പാമ്പാടി തിരുമേനിയുടെ 61ാം ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. പാമ്പാടി ദയറ മാനേജർ ഫാദർ മാത്യൂസ് അബ്രഹാം 2ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ സഹകാർമ്മികരായി. ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, CV രാജൻ, PU ജേക്കബ്, യെൽദോ, CV ഷാജൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നേർച്ച വിളമ്പും ഉണ്ടായി. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കിഴൂർ യൂണിറ്റിന്റെ 11ാം വാർഷിക കൺവെൻഷൻ നടന്നു. കിഴൂർ പകൽ വീട്ടിൽ നടന്ന കൺവെൻഷൻ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി PP ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി BC പത്മരാജൻ, വൈസ് പ്രസിഡന്റ് ദേവദാസ്, നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, 3ാം വാർഡ് കൗൺസിലർ രേഷ്മ സുനിൽ, കുന്നംകുളം അർബൻ ബാങ്ക് പ്രസിഡന്റ് KA അസീസ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പട്ടിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരാഴ്ചയായി നടന്നുവന്നിരുന്ന നാരായണീയ സപ്താഹ യജ്ഞത്തിന്റെ സമാപനവും കഥകളിയും നടന്നു. സപ്താഹ സമാപന ദിനത്തിൽ രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് യജ്ഞാചാര്യൻ തോട്ടം നീലകണ്ഠൻ നമ്പൂതിരിയും ഉപാചാര്യൻ മുതുവറ ദിവാകരൻ നമ്പൂതിരിയും ഭക്തജനങ്ങൾക്ക് സപ്താഹ മണ്ഡപത്തിൽ വെച്ച് പ്രസാദം നൽകിയതോടെ സപ്താഹത്തിന് സമാപനമായി. സമാപന ദിവസം ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ നൃത്തങ്ങൾ, കൃഷ്ണകൃപ സംഘത്തിന്റെ തിരുവാതിരക്കളി എന്നിവയും, ദീപാരാധനയ്ക്ക് ശേഷം സാംസ്കാരിക സന്ധ്യയ്ക്ക് ടീം രസാനന്ദയുടെ കലാനിലയം ഡോക്ടർ പാഴൂർ ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രുക്മാംഗത ചരിതം കഥകളിയും അരങ്ങേറി. രുക്മാംഗതനായി കലാനിലയം ഡോക്ടർ പാഴൂർ ദാമോദരൻ നമ്പൂതിരി, മോഹിനി കലാമണ്ഡലം വൈവസ്വതമനു, ബ്രാഹ്മണർ കലാമണ്ഡലം ആദിത്യൻ, കലാമണ്ഡലം അഭിഷേക്, ധർമാഗതൻ കുമാരി S ഭദ്ര, വിഷ്ണു മാസ്റ്റർ ആര്യൻ എന്നിവരാണ് വേഷമിട്ടത്. പാട്ട് വിശ്വാസ്, ഹരിശങ്കർ കണ്ണമംഗലം, ചെണ്ട നിതിൻ കൃഷ്ണ, മദ്ദളം പ്രശാന്ത്, ചുട്ടി വൈശാഖ്, ശ്യാം മനോഹർ ആൻഡ് ടീം, കോപ്പ് രംഗപൂജ ഇരിങ്ങാലക്കുട എന്നിവരായിരുന്നു അണിയറ ശില്പികൾ. സപ്താഹം തുടങ്ങിയതു മുതൽ 7 ദിവസവും ക്ഷേത്രത്തിൽ പങ്കെടുത്തവർക്ക് വാതാലയൻ ട്രസ്റ്റിന്റെ വക പ്രഭാത ഭക്ഷണവും ഭക്തജനങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും വകയായി ഉച്ചയ്ക്ക് പ്രസാദഊട്ടും വൈകിട്ട് ചായയും നൽകിയിരുന്നു. വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൈശാഖമാസ മഹോത്സവം ആരംഭിച്ചു. ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണ് വൈശാഖമാസ മഹോത്സവം നടക്കുന്നത്. മേടമാസത്തിലെ അമാവാസി മുതൽ അടുത്ത അമാവാസി വരെയുള്ള വിശാഖ നക്ഷത്രവും പൗർണമിയും ചേരുന്ന വൈശാഖമാസമാണ് ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി സമ്പൂർണ്ണ നാരായണീയം ഭാഗവത സപ്താഹം, കൃഷ്ണനാട്ടം, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, നൃത്യങ്ങൾ, കൈകുട്ടിക്കളികൾ, ഭജൻസ്, കൃഷ്ണഗാനാർച്ചന, അഷ്ടപതി സംഗീതാർച്ചന, ക്ലാസിക്കൽ, തിരുവാതിര, ഭക്തിഗാന നൃത്തസന്ധ്യ, ഭജനാമൃതം എന്നിവയാണ് നടക്കുക. പ്രസിദ്ധമായ വെങ്ങിലശ്ശേരി ഏകാദശി ഏപ്രിൽ 27-ന് ആഘോഷിക്കും. ക്ഷേത്രത്തിലെ 23ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് 10 മുതൽ 17 വരെ നടക്കും.
നെല്ലുവായ് ശ്രീ മാരിയമ്മൻ കോവിലിലെ അമ്മൻകുടം മഹോത്സവം ആരംഭിച്ചു. പാറക്കടവിൽ നിന്നും കരകം, ഉടുക്കുവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ സത്യകുംഭം എഴുന്നള്ളിപ്പും ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ നിന്നും മേളത്തോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് നടന്നു. സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് നിർവഹിച്ചു. ധന്വന്തിരി ആയുർവേദ ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി. വാർഡ് മെമ്പർ മീന ശലമോൻ മുഖ്യാതിഥിയായി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അകലാട് ബദർപള്ളി ഹരിത കാരുണ്യം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. കൂട്ടായ്മ പ്രസിഡന്റും വാർഡ് മെമ്പറുമായ അബ്ദുൾ സലീം കുന്നമ്പത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വന്ദേ മാതരം ഗ്രൂപ്പ് സോങ് മത്സരങ്ങളിൽ എ ഗ്രേഡ് നേടി നാടിന്റെ അഭിമാനമായ ദേവനന്ദ ശൈലൻ 2026 സമസ്ത പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ടോപ്പ് പ്ലസ് പദവി സ്വന്തമാക്കിയ റന ഫാത്തിമ എന്നിവരെയാണ് ആദരിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിലർ PM നൂറുദ്ദീൻ, പ്രവാസി ലീഗ് നേതാവ് സത്താർ ബോംബെ എന്നിവർ ചേർന്ന് സ്നേഹോപഹാരം കൈമാറി. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാം ആലിങ്ങൽ, KMCC നേതാക്കളായ അസറുദ്ദീൻ, ആലിക്കുട്ടി കണ്ടാത്ത് എന്നിവർ ചേർന്ന് മൊമന്റോ നൽകി. മുൻ മെമ്പറും വനിതാ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റുമായ സുബൈദ പുളിക്കൽ, വാപ്പു പൂവങ്കര, കബീർ കിഴക്കോട്ട്, ലത്തീഫ് വാക്കയിൽ, അഫ്നാൻ മിസ്വാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ചാവക്കാട് ഷോറൂമിൽ ഡയമണ്ട് ഷോയ്ക്ക് തുടക്കമായി. ഏപ്രിൽ 18 മുതൽ 22 വരെയാണ് ഷോ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ മേഖലകളിലെ വൈവിധ്യമാർന്ന ആഭരണങ്ങൾ കാണുവാനും സ്വന്തമാക്കുവാനുമുള്ള അസുലഭ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. എക്സിബിഷൻ കം സെയിൽ എന്ന രീതിയിലാണ് ഇതിനായി സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 19 ഞായറാഴ്ച അക്ഷയ തൃതീയയ്ക്കായും വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗോൾഡിനും ഡയമണ്ട്സിനും 30% വരെ പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് നൽകിയിട്ടുണ്ടെന്നും ഷോറൂം മാനേജർ അരുൺദാസ് അറിയിച്ചു. നമസ്കാരം. ചാവക്കാട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഷോപ്പിൽ വെച്ച് ഡയമണ്ട് ഷോ ഈ വരുന്ന ഏപ്രിൽ 18 മുതൽ 22 വരെ 5 ദിവസം നടക്കുകയാണ്. ഈ ഒരു ഷോയിൽ നമുക്ക് ഇന്ത്യയിലുള്ള വിവിധങ്ങളായ പ്രൊഡക്റ്റുകൾ ഷോപ്പിലേക്ക് വരുന്നുണ്ട്. 5 ദിവസം ഒരു എക്സിബിഷൻ കം സെയിലാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു ഷോവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഷോ വരുന്നത് ഏപ്രിൽ 19 അക്ഷയ തൃതീയയോടുകൂടി അനുബന്ധിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓഫേഴ്സ് കൂടെ നമുക്ക് സ്പെഷ്യലായിട്ടുണ്ട്. ഈ എല്ലാ പ്രൊഡക്റ്റിനും ഗോൾഡ് ഡയമണ്ട് എല്ലാ പ്രൊഡക്റ്റിനും മേക്കിംഗ് ചാർജിലും 30% വരെ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഷോ കാണുവാനും പർച്ചേസ് ചെയ്യാനും നമ്മളെല്ലാ കസ്റ്റമറെയും നിങ്ങളെ ക്ഷണിക്കുകയാണ്. താങ്ക് യു. മലമക്കാവിൽ നിന്നും കാണാതായ ആളെ ഭാരതപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ കാണാതായ മലമൽക്കാവ് അരിക്കാട് സ്വദേശി ഓട്ടുപാറപ്പറമ്പിൽ 70 വയസ്സുള്ള കൃഷ്ണനെയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇരുമ്പിളിയം വേളിക്കുളത്ത് ഭാരതപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം വളാഞ്ചേരി നടക്കാവ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വളാഞ്ചേരി പോലീസ് തുടർ നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ചരമം. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ കാട്ടകമ്പാൽ വെള്ളിയാട്ടിൽ സുബ്രു നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തി. സരോജിനിയാണ് ഭാര്യ. ഷൺമുഖൻ, സുനന്ദ, പ്രേമ, രമ എന്നിവർ മക്കളാണ്. കൊങ്ങണൂർ പെരുമനത്ത് വീട്ടിൽ വേണുഗോപാൽ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം പഞ്ചായത്ത് വാതക ശ്മശാനത്തിൽ നടത്തി. പരേതയായ രാധ ഭാര്യയും യമുന റാണി, രാജേഷ്, രാജി, പത്മരാജൻ എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി അരുവായ് ചെറുവത്തൂർ പരേതനായ ചെറുകുട്ടിയുടെ മകൾ ബേബി സരോജിനി നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി ഷാരോൺ ചർച്ച് മൂലേപ്പാട് സെമിത്തേരിയിൽ നടത്തി. അവിവാഹിതയാണ്. പരേതരായ സൈമൺ, ചിന്നമ്മ എന്നിവർ സഹോദരങ്ങളാണ്. കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കൽ മേക്കാട്ടുകുളം പരേതനായ ഈ കുട്ടിയുടെ മകൻ ജെയിംസ് നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തി. പരേതയായ ജെസ്സിയാണ് ഭാര്യ. ജയമോൻ, ജയേഷ്, ജെറിഷ് എന്നിവർ മക്കളാണ്. കല്ലുപുറം പുലിക്കോട്ടിൽ ജോൺ ഭാര്യ ബീന ജോൺ നിര്യാതയായി. 69 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 കല്ലുപുറം MIS സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളാഘോഷം ഭക്തി നിർഭരം. വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. അക്ഷയ തൃതീയയുടെ പുണ്യനുകരാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. ക്ഷേത്രത്തിൽ പൂജിച്ച ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ ലോക്കറ്റ് വാങ്ങാൻ ഭക്തരുടെ വലിയ തിരക്ക്. വേലൂരിൽ ഗ്രാമകം നാടകോത്സവത്തിന് തുടക്കം. ആദ്യ നാടകം തനത് ലാവണം അവതരണത്തിലും അഭിനയ തികവിലും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. നാടകോത്സവത്തിന്റെ ഭാഗമായി ചിത്രകലാ ക്യാമ്പിന് തുടക്കം. പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരാഘോഷം പാരമ്പര്യ തനിമയുള്ള ചടങ്ങുകളോടെ ഈ മാസം 27-ന് ആഘോഷിക്കും. ആഘോഷത്തിന് മുന്നോടിയായി ക്ഷേത്ര മൈതാനം വൃത്തിയാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. മറ്റത്ത് വൻ തീപിടുത്തം. ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മറ്റം ആളൂർ റോഡിൽ മരക്കമ്പനിക്ക് പിറകിലായി ഊട്ടി ഗാർഡൻ എന്നറിയപ്പെടുന്ന പാടശേഖരത്തിലാണ് ഞായറാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.